ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു കുക്കിംഗ് വ്ലോഗ് ആണ് കേട്ടോ. അതെ, കുഞ്ഞുമണി ഇവിടെ പാട്ടൊക്കെ പാടുവാണേ. അപ്പൊ നമുക്ക് നേരെ പാചകത്തിലേക്ക് കിടക്കാവേ. അപ്പൊ ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ഏത്തക്കയാണ് കേട്ടോ. നല്ല പഴുത്ത ഏത്തക്ക ഉണ്ടെങ്കിൽ എടുക്കണേ. അതുകൊണ്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി അറിയണം കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പച്ച ഏത്തക്കയായിരുന്നു. അപ്പൊ കുറച്ച് പാടായിരുന്നു വേവാൻ വേണ്ടിയിട്ട്. ഇത് പലരും പല രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു പച്ച ഏത്തക്കയാണ്. അപ്പൊ അതൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടെ വേവുന്ന സമയം കൊണ്ട് ഞാൻ വേണ്ട അടുത്ത അടുപ്പിൽ ശർക്കര പാവ് വച്ചാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ശർക്കരയെ അരിഞ്ഞിട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഏത്തക്ക തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഏത്തയ്ക്ക് ഇവിടെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അച്ച ശർക്കര ഉണ്ടായിരുന്നല്ലോ, അത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. ഇതിനകത്ത് നല്ല രീതിയിൽ കുറുകണം. ഇതിവിടെ കുറുക്കി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത പണി ചെയ്യാവേ. അടുത്ത പണി എന്തെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കലാണ് കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാണ് കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുക്കുന്നത്. നമ്മുടെ ഇവിടെ ഏത്തയ്ക്ക് ശർക്കര നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഒന്നാം പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ കുറുക്കി എടുക്കാവേ. ഇവിടെ കുറുകുന്ന നേരത്തെ അനിയത്തി വേണ്ട അടുത്ത അടുപ്പിൽ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് മസ്റ്റ് ആയിട്ട് വേണ്ട ഐറ്റം ആണ് കേട്ടോ പപ്പടം. അങ്ങനെ നമ്മളിവിടെ പപ്പടമൊക്കെ സെറ്റ് ആക്കി എടുത്തേക്കുണ്ട്. എനിക്ക് ഏറ്റവും പാടുള്ള പണിയാണ് കേട്ടോ ഈ പപ്പടം പൊരിക്കുന്നത്. എല്ലാവർക്കും ഈസിയുള്ള പണിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല പാടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഇവിടെ ഏത്തയ്ക്ക് തേങ്ങാപ്പാലും ശർക്കരയിലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് വാഴയിലോട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കഴിച്ചാലാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അത് വാഴയിലിട്ടിട്ട് പിന്നെ അതിന്റെ പുറത്തൂടെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാപ്പാലില്ലേ അത് ഇതിന്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് ഒഴിച്ചു കൊടുക്കണവേ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിനാ ഒഴിച്ചത് പാതി പാത്രത്തിനകത്തോട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. പിന്നെ അതിന്റെ മുകളിലായിട്ട് നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പപ്പടം ഇട്ട് അത് ഇത്രയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. പക്ഷെ ഇതെനിക്ക് കുഴച്ചെടുക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ പച്ചയത്തേക്കായിരുന്നു. എന്നാലും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ല രീതിക്ക് ഒന്ന് കുഴച്ച് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു പിടി സ്വർഗ്ഗം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ആ തേങ്ങാപ്പാലിന്റെ ശർക്കരയും പിന്നെ പപ്പടമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞു വാഴയില ആയതുകൊണ്ട് എനിക്ക് കുഴക്കാൻ പാടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്റെ വാഴയിലേക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ കുഴച്ചടിക്കാണ് കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് അധിക സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ കമന്റ്സിലൂടെ അഭിപ്രായം അറിയിക്കണേ. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇതൊക്കെയായിരുന്നു. ചാനൽ എല്ലാ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ